ഓറഞ്ചിന്റെ തൊലി ഇനി മുതൽ നിങ്ങൾ വേസ്റ്റ് ബക്കറ്റിൽ കളയേണ്ട ആവശ്യമില്ല. ഓറഞ്ചിന്റെ തൊലി ഉണ്ടെങ്കിൽ നമ്മുടെ മുഖസൗന്ദര്യം കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഏതൊരു പ്രായക്കാർക്കും ഈ ഒരു സംഭവം ചെയ്ത് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രീം നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ, അതായത് നിങ്ങൾക്കൊരു ഫേസ് പാക്കായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംഭവം തയ്യാറാക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ചർമ്മത്തിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി ചർമ്മം നല്ല ഗ്ലോ ആക്കാനും നല്ല നിറം വെക്കാനും കൂടാതെ തന്നെ സ്കിന്നിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണ്. അതെന്താണെന്നൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓറഞ്ച് തൊലിയുടെ കുറിച്ചുള്ള ഒരു ക്രീമാണ് കാണിക്കാൻ പോകുന്നത്. ക്രീം എന്ന് പറയുമ്പോൾ ഇതൊരു ഫേസ് വാഷായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു ഫേസ് പാക്കായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം വളരെ പെട്ടെന്ന് റിസൾട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്ര പഴക്കം ചെന്ന പാടും നിങ്ങളുടെ മുഖത്ത് നിന്നും മാറ്റും. കൂടാതെ തന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് പിമ്പിൾസ്, അതുവരെ സ്കിന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റും. സ്കിൻ ഒരുമാതിരി ഒരു ചുളിവൊക്കെ വരുന്നത് അതൊക്കെ മാറ്റി സ്കിൻ നല്ല ഗ്ലോ ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഓറഞ്ച് തൊലിയെ കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നിസ്സാരമാക്കി കാണരുത്. കാരണം വളരെയധികം ഗുണങ്ങളുള്ള ഒരു കാര്യം തന്നെയാണ് ഓറഞ്ചിൻ്റെ തൊലി. നിങ്ങൾക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്കിൻ നല്ല രീതിയിലാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് കാണിക്കാം. ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയാലോ. നമ്മുടെ മെയിൻ സംഭവം ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഞാനിപ്പോൾ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഇത്രയൊന്നും വേണ്ട. നമുക്കിപ്പം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് വേണ്ടിയുള്ളത് തയ്യാറാക്കുന്നതിന് എത്രയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കൂടി എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി വേണമെങ്കിലും സൂക്ഷിച്ചിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ പച്ചയ്ക്ക് തന്നെ ഓറഞ്ച് ഉപയോഗിച്ച് അന്നേരം തന്നെ നമുക്ക് എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. നമുക്ക് ഫേസ് വാഷ് ഒന്നും മേടിക്കേണ്ട ആവശ്യം തന്നെ വരില്ല ഈ ഒരു സംഭവം ഉപയോഗിക്കുന്നത് കൊണ്ട്. ഇതൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം, ഒരു ഫേസ് വാഷ് എന്ന നിലയിലും ഈ ഒരു സംഭവം ഉപയോഗിക്കാം. രണ്ടിൻ്റെയും ഗുണം കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ, ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ കൂടി ചേർക്കണം. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. 1 സ്പൂൺ കടലമാവാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. നമുക്ക് മെയിനായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയാണ്. നമുക്കിതിലേക്ക് മുഖമൊക്കെ ക്ലീൻ ആവണമെങ്കിലും പിന്നെ നമുക്ക് നല്ല എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ കടലമാവും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്കിതിൻ്റെ കൂടെ ഇനി അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന സംഭവം നമുക്ക് അലോവേറയുടെ ജെല്ലാണ്. അത് 1 സ്പൂൺ വേണ്ട, 1/2 സ്പൂൺ മാത്രം മതി. 1/2 സ്പൂൺ അലോവേറയുടെ ജെല്ലും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 സ്പൂൺ നമുക്ക് റോസ് വാട്ടർ വേണം. ഏതൊരു കമ്പനിയുടെ റോസ് വാട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റോസാപ്പൂവിൻ്റെ ഇതളുകളുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ചേർത്തിട്ട് അരയ്ക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. അന്നേരം അതാകുമ്പോൾ നല്ലതാണ്, സ്കിന്നിന് എളുപ്പം റിസൾട്ട് കിട്ടും. ഞാനിപ്പം 1 സ്പൂൺ റോസ് വാട്ടർ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചുകൊണ്ട് വരാം. അങ്ങനെ നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് 2 അല്ലെങ്കിൽ 3 ദിവസം വരെ ഇത് യൂസ് ചെയ്യാവുന്ന സംഭവമുണ്ട്. നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പച്ചമഞ്ഞളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ കളർ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല മഞ്ഞ കളറ്. അതാണ് നമ്മുടെ സ്കിന്നിന് നല്ല എഫക്റ്റ് നൽകുന്നത്. നമുക്ക് ഏതൊരു ഫേഷ്യൽ ചെയ്താലും കിട്ടാത്ത റിസൾട്ട് നമുക്ക് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ സ്കിന്നിന് ഉണ്ടാകും. ഇത് നമ്മൾ കുറേയധികം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് പിന്നെ ചെയ്യേണ്ട ഒരാവശ്യം തന്നെ വരില്ല. അത്രമാത്രം സ്കിൻ സോഫ്റ്റ് ആവുകയും സ്കിന്നിനകത്തുള്ള ഡെഡ് എല്ലാം റിമൂവ് ആയിട്ട് നല്ലൊരു സ്കിന്നാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ കൈകളിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ കുറച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളതാ, ഇതുണ്ടോ? അതിൻ്റെ ആ ഒരു കളർ കാണാൻ തന്നെ നിങ്ങൾക്ക് പറ്റും എൻ്റെ കയ്യിൽ. ഇത് ഞാൻ എൻ്റെ കയ്യിലോട്ട് അപ്ലൈ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ചെയ്ത് കാണിക്കാത്തത് എൻ്റെ ഫേസിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്
എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത്. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ എത്തിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾ എന്നിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അതിനാലാണ് എനിക്ക് എഫക്റ്റ് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിന് പിമ്പിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇറിറ്റേഷൻ തോന്നും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. അതായത് നമ്മുടെ സ്കിന്നിന് എഫക്റ്റ് നൽകുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇത് നമുക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ഒരു ഫേസ് വാഷോ ഒന്നും ഉപയോഗിക്കേണ്ട. ഓൾറെഡി നമ്മൾ ഇതിൽ കടലമാവ് ചേർത്തത് കൊണ്ട് തന്നെ ഒരു ഫേസ് വാഷിൻ്റെ ഒരു ഇതൂടെ കിട്ടും. അത് കൂടാതെ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ്. കേട്ടോ, എൻ്റെ സ്കിൻ സോഫ്റ്റ് ആവുകയും സ്കിന്നിനകത്ത് നല്ലൊരു എഫക്റ്റ് നൽകുകയും കൂടി ചെയ്യുന്നുണ്ട്. നല്ലൊരു നമ്മൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, പ്രത്യേക ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കളർ വരുന്നത്, അതേ രീതിയിലാണ് ഇത് കിട്ടുന്നത്. കാരണം ഫുള്ളായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കളറാണ്. നമുക്കിതിനകത്ത് സോപ്പോ ഒന്നും ഉപയോഗിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, നിങ്ങളെല്ലാവരും ഈ ഒരു സംഭവം തയ്യാറാക്കി നോക്കണം. നല്ല എഫക്റ്റ് കിട്ടുന്നതാണ്. ഞാൻ 100% നിങ്ങളോട് ഗ്യാരൻറ്റിയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കില്ല. തീർച്ചയായിട്ടും ഞാനിത് ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എളുപ്പം തയ്യാറാക്കാവുന്നതും റിസൾട്ട് നമ്മുടെ സ്കിന്നിന് കുറേയധികം നാൾ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിപ്പം ഓറഞ്ച് തൊലി നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് സൂക്ഷിച്ച് ഉണക്കി വെച്ചിട്ട് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളെന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും മനസ്സിലാക്കാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ വന്ന് അറിയിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഞാൻ എൻ്റെ മറുപടി നിങ്ങളിലേക്ക് പറയുന്നതായിരിക്കും. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.